കൊല്ലവർഷം 1202 സമ്പൂർണ്ണ രാശിഫലം. ഇന്നിവിടെ പറയാൻ പോകുന്നത് കൊല്ലവർഷം 1202 ചിങ്ങം 1 മുതൽ നിങ്ങളുടെ ഒരു വർഷത്തെ സമ്പൂർണ്ണ രാശിഫലമാണ്. ഓരോ രാശിക്കാരുടെയും കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കേൾക്കുവാൻ ശ്രമിക്കുക. കൊല്ലവർഷം 1202 ചിങ്ങം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തു വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? ഈ പുതിയ വർഷം നിങ്ങൾക്ക് കൊണ്ടുവരുന്ന വലിയ സാമ്പത്തിക ഉയർച്ചകളും പുതിയ അവസരങ്ങളും എന്തൊക്കെയാണ്? 12 രാശിക്കാർക്കും അതീവ ശുഭകരമായ ഒരു വർഷത്തിന്റെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലമിതാ. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയാണെങ്കിൽ ഈ വരുന്ന ചിങ്ങമാസം 1 മുതൽ ഒരു വർഷക്കാലത്തേക്ക് നിങ്ങളുടെ ഗ്രഹനിലകൾ എങ്ങനെയാണ് മാറാൻ പോകുന്നതെന്നും നിങ്ങളുടെ ബിസിനസ്, വിദ്യാഭ്യാസം, സാമ്പത്തികം, കുടുംബജീവിതം എന്നിവയിൽ ഉണ്ടാകുന്ന വൻ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും വളരെ വിശദമായി മനസ്സിലാക്കാം. ഇത് നിങ്ങളുടെ ഭാവി ആസൂത്രണം ചെയ്യാൻ വലിയൊരു വഴിവിളക്കായി മാറും. ഇതുപോലുള്ള പ്രയോജനപ്രദവും ഭക്തിസാന്ദ്രവുമായ അറിവുകൾ നിങ്ങളിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൂടാതെ മാക്സിമം ഷെയർ ചെയ്യുകയും സ്കൈപ്പ് ചെയ്യുകയും ചെയ്താൽ ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രചോദനമാകും. നമുക്ക് തുടങ്ങാം. ജ്യോതിഷ ശാസ്ത്രപ്രകാരം കൊല്ലവർഷം 1202 വ്യാഴം കർക്കിടകത്തിലും ചിങ്ങത്തിലുമായി ഉച്ചസ്ഥിതിയിൽ സഞ്ചരിക്കുന്നതും ശനിയുടെയും രാഹുവിന്റെയും അനുകൂല മാറ്റങ്ങളും 12 രാശിക്കാരുടെയും ജീവിതത്തിൽ വലിയ പോസിറ്റീവ് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഈ പുതിയ വർഷത്തിൽ ഓരോ രാശിക്കാർക്കും വന്നു ചേരുന്ന വിശദമായ ശുഭഫലങ്ങൾ ഇനി പറയുന്നവയാണ്. മേടം രാശി. മേടം രാശിക്കാർക്ക് ഈ പുതിയ വർഷം കരിയറിലും സാമ്പത്തിക രംഗത്തും വലിയ കുതിച്ചുചാട്ടത്തിന്റെ സമയമാണ്. സൂര്യന്റെയും ചൊവ്വയുടെയും അനുകൂല മാറ്റങ്ങൾ കൊണ്ട് പുതിയ ബിസിനസ് അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ഓഹരി വിപണിയിൽ നിന്നും മറ്റും അപ്രതീക്ഷിത സാമ്പത്തിക പുരോഗതി ലഭിക്കുകയും ചെയ്യും. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും. നിങ്ങളുടെ ആത്മാഭിമാനവും നിശ്ചയദാർഢ്യവും കരിയറിൽ ഉന്നത വിജയം നേടാൻ നിങ്ങളെ സഹായിക്കും. എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കി വിവേകത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഈ വർഷം സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൊയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് ഈ വർഷം സാമ്പത്തിക ഭദ്രതയുടെയും സുഖ സൗകര്യങ്ങളുടെയും കാലഘട്ടമാണ്. ബിസിനസ്സിൽ വലിയ പുരോഗതിയും വിപുലീകരണത്തിനുള്ള മികച്ച അവസരങ്ങളും ഈ വർഷം വന്നു ചേരും. പങ്കാളിയുമൊത്തുള്ള ദീർഘദൂര യാത്രകൾ മനസമാധാനവും സന്തോഷവും നൽകും. കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരുമെങ്കിലും അത് ഭാവിയിൽ വലിയ നേട്ടമായി മാറും. പഴയ നിക്ഷേപങ്ങളിൽ നിന്നും വൻ ലാഭമുണ്ടാകാൻ ഈ വർഷം യോഗമുണ്ട്. ആഡംബര വസ്തുക്കളും വാഹനങ്ങളും സ്വന്തമാക്കാൻ അനുകൂലമായ സമയമാണിത്. മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് ഈ വർഷം അപ്രതീക്ഷിത വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും. മുൻകാലങ്ങളിലെ ബാധ്യതകളെല്ലാം തീർത്ത് വലിയ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കമ്മ്യൂണിക്കേഷൻ രംഗത്തും മീഡിയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പുരോഗതിയുടെ വർഷമാണിത്. കുടുംബത്തിൽ എപ്പോഴും സ്നേഹവും സമാധാന അന്തരീക്ഷവും നിലനിൽക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും മത്സര പരീക്ഷകൾക്കും വിദേശയാത്രകൾക്കും അതീവ അനുകൂലമായ സമയമാണിത്. കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാർക്ക് ഈ വർഷം ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണകാലമായിരിക്കും. നിങ്ങളുടെ ലഗ്നത്തിൽ ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ കരിയറിൽ വിചാരിക്കാത്ത ഉയർച്ചകളും പ്രശസ്തിയും വന്നുചേരും. അഷ്ടമശനി മാറിയത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആശ്വാസം നൽകും. തൊഴിൽ രംഗത്ത് മികച്ച അംഗീകാരവും സാമ്പത്തിക വളർച്ചയും ഉണ്ടാകും. ശാരീരികമായി പൂർണ്ണ ആരോഗ്യം കൈവരിക്കാനും സ്വന്തമായി ഭൂമിയോ വീടോ വാങ്ങാനും ഈ വർഷം അതീവ അനുകൂലമാണ്. ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാർക്ക് വിദേശയാത്രകൾക്കും ഉന്നത പദവികൾക്കും മികച്ച അവസരങ്ങൾ ലഭിക്കും. കരിയറിലും ബിസിനസ്സിലും വൻ പുരോഗതിയും പുതിയ പ്രോജക്റ്റുകളുടെ വിജയവും ഈ വർഷം കാണാൻ സാധിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ തെളിയുമെങ്കിലും ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുന്നത് നല്ലതാണ്. സമൂഹത്തിൽ വലിയ ബഹുമാനവും ആദരവും ഈ വർഷം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. കന്നി രാശി. കന്നി രാശിക്കാർക്ക് ഈ വർഷം പുതിയ നിക്ഷേപങ്ങളിലൂടെ വൻ ലാഭം കൊയ്യാൻ സാധിക്കുന്ന സമയമാണ്. കൂട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ബിസിനസ്സിലും വ്യക്തിജീവിതത്തിലും വലിയ പിന്തുണയും സ്നേഹവും ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ മുൻപത്തേക്കാൾ സ്നേഹവും സമാധാനാന്തരീക്ഷവും അനുഭവപ്പെടും. പുതിയ ബിസിനസ് ആശയങ്ങൾ വിജയകരമായി നടപ്പിലാക്കാനും അതിലൂടെ വലിയൊരു സാമ്പത്തിക സുരക്ഷിതത്വം കെട്ടിപ്പടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഔദ്യോഗിക രംഗത്ത് വലിയ സ്ഥാനക്കയറ്റങ്ങളും പുതിയ ഉത്തരവാദിത്തങ്ങളും ലഭിക്കാൻ ഈ വർഷം യോഗമുണ്ട്. മുൻകാലങ്ങളിലെ കഠിനമായ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി പൂർണ്ണ ആരോഗ്യവും പോസിറ്റീവ് എനർജിയും നിങ്ങൾക്ക് തിരികെ ലഭിക്കും.
പുതിയൊരു സ്വന്തം വാഹനമോ ഭവനമോ സ്വന്തമാക്കാൻ അനുകൂലമായ സമയമാണിത്. പഴയ വലിയ കടബാധ്യതകൾ തീർക്കാൻ വിചാരിക്കാത്ത വഴിയിലൂടെ പണം കൈകളിൽ വന്നു ചേരും. വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാർക്ക് ഭാഗ്യത്തിന്റെ പൂർണ്ണ സപ്പോർട്ടുള്ള വർഷമാണിത്. ദീർഘനാളായി മുടങ്ങിക്കിടന്ന കരിയർ ആവശ്യങ്ങളും മറ്റു ബിസിനസ് കാര്യങ്ങളും അതീവ വേഗത്തിൽ വിജയകരമായി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് കരിയറിലും പരീക്ഷകളിലും വൻ നേട്ടങ്ങൾ കൊയ്യാൻ അനുകൂലമായ സമയമാണിത്. കുടുംബത്തോടൊപ്പം മികച്ച തീർത്ഥയാത്രകൾ നടത്താനും മനസ്സമാധാനം കണ്ടെത്താനും ഈ വർഷം സഹായിക്കും. ധനുരാശി. ധനുരാശിക്കാർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ വളരെ വിവേകത്തോടെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട വർഷമാണ്. വിചാരിക്കാത്ത വഴിയിലൂടെ കുടുങ്ങിപ്പോയ വലിയ ഫണ്ടുകൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ സ്വത്തുക്കളും ഗൃഹനിർമ്മാണവും നടത്താൻ ഈ വർഷം അതീവ അനുകൂലമാണ്. കുടുംബാംഗങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ബിസിനസ്സിലും വ്യക്തിജീവിതത്തിലും മികച്ച പിന്തുണയും സ്നേഹവും ലഭിക്കും. മകരം രാശി. മകരം രാശിക്കാർക്ക് ഈ വർഷം പ്രണയകാര്യങ്ങളിലും ദാമ്പത്യ ബന്ധത്തിലും അതീവ വിജയവും സന്തോഷവും കൈവരും. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുകയും അവർ വഴി ബിസിനസ്സിലും സാമ്പത്തിക മേഖലയിലും വലിയ പുരോഗതികൾ ഉണ്ടാകുകയും ചെയ്യും. പുതിയ ബിസിനസ് പങ്കാളിത്തത്തിലൂടെയോ വലിയ സംരംഭങ്ങളിലൂടെയോ വരുമാനം ഇരട്ടിയാക്കാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും. കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് ശത്രുക്കളുടെ ശല്യങ്ങളും പ്രതിസന്ധികളും വിവേകപൂർവ്വം പ്രതിരോധിക്കാൻ സാധിക്കുന്ന വർഷമാണിത്. പഴയ വലിയ കടങ്ങളെല്ലാം വീട്ടാനും സാമ്പത്തികമായി കരിയറിൽ വലിയൊരു സുരക്ഷിതത്വം കൈവരിക്കാനും ഈ വർഷം സാധിക്കും. ഔദ്യോഗിക രംഗത്ത് ചില വെല്ലുവിളികൾ ഉണ്ടാകാമെങ്കിലും ആത്മവിശ്വാസത്തോടെയുള്ള നിങ്ങളുടെ പ്രയത്നങ്ങളിലൂടെ അവയെല്ലാം വൻ വിജയമാക്കി മാറ്റാൻ സാധിക്കും. മീനം രാശി. മീനം രാശിക്കാർക്ക് പുതിയൊരു വീടോ അല്ലെങ്കിൽ വാഹനമോ വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതീവ ഭാഗ്യമുള്ള സമയമാണിത്. കലാകാരന്മാർക്കും എഴുത്തുകാർക്കും തങ്ങളുടെ സർഗാത്മക കഴിവുകളിലൂടെ വലിയ പ്രശസ്തിയും സാമ്പത്തിക വിജയവും നേടിയെടുക്കാൻ സാധിക്കും. നിക്ഷേപങ്ങളിൽ നിന്നുള്ള ഉയർന്ന വരുമാനം നിങ്ങളെ തേടിയെത്തുകയും കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും എപ്പോഴും നിലനിൽക്കുകയും ചെയ്യും. ഓർക്കുക, ഇത് തികച്ചും ഒരു പൊതുഫലമാണ്. വ്യക്തികളുടെ ജാതക പ്രകാരം ഇതിൽ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടേതുമായി ഒത്തുപോകുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ടതില്ല. കൃത്യമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ പേര്, ജന്മതീയതി, സമയം, സ്ഥലം എന്നിവ ചേർത്ത് ഞങ്ങൾക്ക് മെസ്സേജ് ഇടാനുള്ള ലിങ്ക് ഈ പേജിന്റെ ഏറ്റവും ആദ്യം പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മെസ്സേജ് ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ രാശി പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരുന്നതാണ്. ഈ പുതിയ വർഷത്തിൽ നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാക്കാനും ദോഷങ്ങൾ നീക്കാനും ദിവസവും അതിരാവിലെ കുളിച്ച് ശരീരശുദ്ധിയോടെ ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസങ്ങളിൽ കുടുംബക്ഷേത്രത്തിലോ ഇഷ്ടദേവന്റെ ക്ഷേത്രത്തിലോ പ്രത്യേക വഴിപാടുകൾ കഴിക്കുന്നതും പാവപ്പെട്ടവർക്ക് വസ്ത്രദാനമോ അന്നദാനമോ നടത്തുന്നത് കഠിനമായ കർമ്മദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. അതോടൊപ്പം കൃത്യമായ സാമ്പത്തിക അച്ചടക്കവും വിവേകത്തോടെയുള്ള ആസൂത്രണങ്ങളും ജീവിതത്തിൽ ശീലമാക്കുന്നത് നിങ്ങളുടെ സമൃദ്ധി നിലനിർത്താൻ സഹായിക്കും. കുടുംബത്തിൽ എപ്പോഴും ഐശ്വര്യവും സർവൈശ്വര്യവും നിറയാൻ എല്ലാ രാശിക്കാരും ദിവസവും ജപിക്കേണ്ട ശക്തമായ വിഷ്ണു മന്ത്രം ഇതാണ്: ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ ചാനലിനും നമ്മുടെ പേജിനും നിങ്ങൾ തരുന്ന നിസ്വാർത്ഥമായ സ്നേഹം ഞങ്ങൾ സസ്നേഹം സ്വീകരിക്കുന്നു. നന്ദി.